നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരത്ഭുതം നിറഞ്ഞ ദിക്കറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അൽഹംദുലില്ലാഹ് എന്ന ദിക്കറിനെ കുറിച്ച്. ആ ദിക്കറിൻ്റെ ബോധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ് വേണമെന്ന് പല ആളുകളും പറഞ്ഞു അല്ലേ? അള്ളാനെ കാണാൻ, കൽബ് കൊണ്ട് അള്ളാനെ അറിയാൻ ഈ ബോധ്യത്തിൽ നിങ്ങൾ ദിക്കർ ചൊല്ലണം എന്നാണ്. ആ ബോധ്യം ഏതാണെന്ന് പഠിച്ചാൽ നമ്മുടെ കൽബ് കൊണ്ട് പടച്ചോനെ കാണണ്ടേ? പടച്ചോനെ കാണാണ്ട് പിന്നെ ജീവിച്ചിട്ട് എന്തിനാ? കൽബിൻ്റെ കണ്ണുകൊണ്ട് എങ്ങനെ അള്ളാഹുവിനെ ആസ്വദിക്കണം പഠിച്ചാൽ നമുക്ക് റെഡിയല്ലേ? നിങ്ങൾ ഇത് അള്ളാനെ കാണാനുള്ള ക്ലാസ് ആട്ടോ. അള്ളാനെ കാണേണ്ടവർ മാത്രം ഇത് കണ്ടാൽ മതി, വേറെ ആർക്കും ഇത് ഉപകരിക്കൂല. അള്ളാനെ വേണ്ടവർ മാത്രം കാണുക. 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അള്ളാഹിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. അപ്പോൾ പലരും പറഞ്ഞു ഉസ്താദ് അതിൻ്റെ ബാക്കി വേണം. അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇന്ന് പ്ലേ ചെയ്താലോ? എടാ, അള്ളാനെ വേണ്ടവർ കേൾക്കുക. കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ ആസ്വദിക്കേണ്ടവർ മാത്രം കാണുക. പടച്ചോനെ കിട്ടിയിട്ട് സമാധാനം കിട്ടി എത്രയോ മനുഷ്യർ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, സന്തോഷം പറഞ്ഞത്. പടച്ചോനെ കിട്ടി ഉസ്താദേ, കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ കണ്ടിട്ട് ഹംദ് പറയാൻ പറ്റി ഉസ്താദേ, സങ്കടങ്ങളൊക്കെ അലിഞ്ഞുപോയി ഉസ്താദേ എന്ന് പറഞ്ഞവർ. നമുക്ക് അള്ളാനെ കാണണ്ടടാ കൽബ് കൊണ്ട്. അള്ളാനെ ഒന്ന് അറിയണ്ടേ? ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ. അള്ളാഹു അവനെ ആസ്വദിക്കുന്ന കൽബ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അൽഹംദുലില്ലയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഈ അൽഹംദുലില്ലക്കൊരു പ്ലാറ്റ്ഫോം നമ്മുടെ കൽബിൽ ഒരുക്കുകയാണ്. ശരിക്കും ഈ ക്ലാസ്സിൽ നിങ്ങൾ കറക്റ്റ് മുടങ്ങാതെ പങ്കെടുത്താൽ ഈ ദുനിയാവ് നിങ്ങൾക്ക് സ്വർഗമായി കിട്ടും. ഇതെൻ്റെ വാക്കല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റബ്ബുൽ ആലമീനായ അള്ളാനെ കുറിച്ചാണ്. അള്ളാനെ കിട്ടിയ ഒരാൾക്ക് 2 സ്വർഗം ലഭിക്കും. എത്ര സ്വർഗം ലഭിക്കും? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എത്ര സ്വർഗം? കേട്ടില്ല? എന്താ 2 സ്വർഗം എന്ന് പറഞ്ഞാല്? സ്വർഗം ഇപ്പോൾ ഒരെണ്ണം പോരെ? നമുക്ക് പോരെ? സ്വർഗം ഒരെണ്ണം പോരെ? ആഖിറത്തിൽ ചെന്നാൽ ഒരു സ്വർഗത്തിൽ നമുക്ക് എല്ലാം കിട്ടും. പിന്നെ എന്തിനാ 2 സ്വർഗം എന്ന് പറഞ്ഞത്? അതായത് ഇവിടെയും അള്ളാഹ് സ്വർഗാക്കും, നാളെ പരലോകത്ത് പിന്നെ എന്തായാലും സ്വർഗം. ആരെ തിരിച്ചറിഞ്ഞാല്? അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ട്. അതായത് ഒരു മുസ്ലിം ആദ്യമായി പഠിക്കേണ്ടത് വഹദാനിയത്താണ്, ഏകത്വമാണ്. ആരുടെ ഏകത്വം? എന്നൊക്കെ പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാത്ത, പറയാത്തോനെന്നല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞോനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ ഏത് കർമ്മം നമ്മിലുണ്ടോ ആ കർമ്മങ്ങളൊക്കെ വേസ്റ്റ് ആണ്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടിട്ടില്ല, ഒരുപാട് ദാനം ചെയ്യും, പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും, 24 മണിക്കൂറും പള്ളിയിൽ നിസ്കാരാണ്, ഹജ്ജ് ഒരു 100 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരു 1000 ഉംറ ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. ഇത് മുഴുവൻ കുപ്പത്തൊട്ടിയിൽ എറിയപ്പെടേണ്ട വേസ്റ്റിന് സമാനാണ്. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാത്ത കർമ്മങ്ങൾക്ക് അള്ളാഹ് ഒരു ഉപമ പറയുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ 18ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹിർ റീഹ് ഫീ യൗമിൻ ആസിഫ് لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. അതായത് അള്ളാനെ അറിയേണ്ട വിധത്തിൽ അറിയാതെ കർമ്മങ്ങൾ മാത്രം ചെയ്യണ കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പ് പിടിക്കേണ്ട കുറെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നുണ്ട്. അള്ളാനെ അറിഞ്ഞോ? അള്ളാനെ അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹ് ഒരു ഉപമ പറയുന്നത് ഒരു വെണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താ? ചാരം അല്ലേ? ചാരം ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊരു കൊടുങ്കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ചാരം ഉണ്ടായിരുന്നത് തന്നെ നമ്മൾ അറിയോ? പറന്നു. ഇതുപോലെ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട്
നോമ്പ് പിടിച്ചതുകൊണ്ട്, സക്കാത്ത് കൊടുത്തതുകൊണ്ട്, ഹജ്ജ് ചെയ്തതുകൊണ്ട്, ഉംറ ചെയ്തതുകൊണ്ട്, പാവപ്പെട്ടവനെ സഹായിച്ചതുകൊണ്ട് ഒരു സന്തോഷവും ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയൂല, ആഖിറത്തിൽ തീരെ അനുഭവിക്കാൻ കഴിയൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നല്ല, പിന്നെ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളണ്ടേ? എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. ഏറ്റവും വലിയ വഴികേട് അതാണ്. ഏറ്റവും വലിയ വഴികേട് എന്താ? ഏറ്റവും വലിയ വഴികേട് വ്യഭിചരിക്കലല്ല, കള്ളുകുടിക്കലല്ല. ഏറ്റവും വലിയ വഴികേട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ നിസ്കരിക്കലാണ്. നിസ്കരിക്കലാണ് ഏറ്റവും വലിയ വഴികേട്. ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കല്ലേ നരകം എന്ന് പറഞ്ഞത്, അല്ലേ? അല്ലേ? ഏത് നിസ്കാരം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ നിസ്കരിക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ നോമ്പ് പിടിക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ ഹജ്ജ് ചെയ്യൽ, ഇതാണ് ഏറ്റവും വലിയ വഴികേടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ആ വഴികേടിൽ നമ്മൾ പെട്ടുപോകാൻ പാടുണ്ടോ? പറഞ്ഞവർക്ക് പാടുണ്ടോ? സയ്യിദുന അലി ഇബ്നു അബീ താലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബ, മനോഹരമായൊരു ഖുതുബയുണ്ട്. അലിയാർ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അവ്വലുദ്ദീനി മഅരിഫത്തുല്ലാഹി തആല. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ 10-15 മിനിറ്റ് ക്ലാസ് എടുക്കുള്ളൂ. മറ്റേ അൽഹംദുലില്ലാ പോലെ വിശാലമായിട്ടൊന്നും പറയൂല. ആ 10-15 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് പോയി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പോയി ചിന്തിച്ചു നോക്കിയോ? ചിന്തിച്ചോ? ഒന്നും പറയണില്ലോ. ചിന്തിച്ചോ? എവിടെ? എന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് പോലും ഓർമ്മയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മളെന്താ പറഞ്ഞു? അതിലേക്ക് ഞാൻ വരാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വലുദ്ദീനി മഅരിഫത്തുല്ലാഹി തആല വകമാലു മഅരിഫതിഹി അത്തസ്ദീഖു ബിഹി വകമാലു തസ്ദീഖി ബിഹി തൗഹീദുഹു വകമാലു തൗഹീദിഹി അൽ ഇഖ്ലാസു ലഹു തആല. സുബ്ഹാനല്ലാഹ്. ദീനിന്റെ അടിത്തറ ഏതാണ്? ദീനിന്റെ അടിത്തറ ഒന്ന് മഅരിഫത്തുള്ള, ആരെ തിരിച്ചറിയൽ? അവർക്ക് പറഞ്ഞ ആരെ തിരിച്ചറിയൽ? അള്ളാനെ അറിയലാണ് ദീനിന്റെ അടിസ്ഥാനം. അതാണ് ഷഹാദത്ത് കലിമ, അല്ലേ? അതായത് നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിച്ചു, പിന്നെ ജക്കാത്തിന്റെ ഷർത്തും ഫർളും പഠിച്ചു, നോമ്പിന്റെ ഷർത്തും ഫർളും പഠിച്ചു, ഹജ്ജിന്റെ ഷർത്തും ഫർളും പഠിച്ചു. ഷഹാദത്ത് കലിമയുടെ ഷർത്തും ഫർളും ഇന്നുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് നമുക്ക് അറിയോ? ഷഹാദത്ത് കലിമ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോവല്ലാതെ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? അതാണ് ഒരു മുസ്ലിം ആദ്യം അറിയേണ്ടതെന്ന് സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇനി ആ മഅരിഫത്തിന്റെ അറിവിന്റെ പൂർത്തീകരണം ഏതാണ്? അത്തസ്ദീഖു ബിഹി, അല്ലാഹുവിനെ ഉൾക്കൊള്ളലാണ്, ബോധ്യപ്പെടലാണ്. ഏതിന്റെ പൂർത്തീകരണം? മഅരിഫത്തിന്റെ പൂർത്തീകരണം. ഇനി ആ ഉൾക്കൊള്ളലിന്റെ പൂർത്തീകരണം ഏതാണ്? തൗഹീദുഹു, അല്ലാഹുവിന്റെ ഏകത്വത്തെ തിരിച്ചറിയലാണ്. ആ ഏകത്വത്തിന്റെ പൂർത്തീകരണം ഏതാണ്? ആ തിരിച്ചറിയലിന്റെ പൂർത്തീകരണം അൽ ഇഖ്ലാസ്, അല്ലാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി മാറലാണ്. അതായത് പള്ളിയിൽ പോകണം എന്തിനാ? നമ്മള് പള്ളിയിൽ തന്നെ എന്തിനാ? സംഗതി എവിടെ ഒരു മൂലയിൽ അല്ല ഉണ്ട്. നിയത്തെന്താണ്? നിയത്തെന്താണ്? കാക്കാമാര് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനും പയ്യെ വരുന്നു. പിന്നെയോ കെട്ടിയോള് വീട്ടിലിരുത്തണില്ല, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, പള്ളിയിലോട്ട് പോവാ മനുഷ്യ. ആ കൂട്ടത്തിൽ ഇച്ചിരി പങ്ക് നമ്മൾ ആർക്കും കൊടുക്കും? ഒരു ഔദാര്യമായിട്ട് ഇച്ചിരി പടച്ചോൻ ഇരുന്നോട്ടെ, അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ആ നിസ്കരിക്കുന്നു എന്നാണ്. ഭയങ്കര നിസ്കാരം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇഖ്ലാസ് ഇല്ലാതെ പോണത്? ഈ ക്രമം ശരിയാകാത്തത് കൊണ്ടാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞു. ഒന്നെന്താ മനുഷ്യന്മാരെ? മഅരിഫത്ത്. എന്താണ്? അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ തിരിയേണ്ട വിധത്തിൽ തിരിയലാണ്. അങ്ങനെ അള്ളാഹിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? തസ്ദീഖിലെത്താൻ പറ്റും. ആ അള്ളാഹുവിനെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് അൽ ഖൽബ് അർശുള്ള. ഖൽബ് അള്ളാഹിന്റെ അർശായി മാറുന്നൊരവസ്ഥയാണ്, അല്ലേ? അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ തൗഹീദിലെത്തും. ആ വഹദാനിയത്തിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഏകത്വത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? മുഖ്ലിസാകാൻ, ഇഖ്ലാസ് ഉള്ളവനാകാൻ പറ്റും. ഒരു ഇഖ്ലാസ് കിട്ടണില്ല നിസ്കാരത്തിൽ. എന്തേ കാരണം? തൗഹീദില്ല. തൗഹീദ് ക്ലിയർ അല്ല. എന്തുകൊണ്ട്? തസ്ദീഖില്ല. തസ്ദീഖ് ക്ലിയർ അല്ല. എന്തുകൊണ്ട്? മഅരിഫത്തില്ല. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഈ മഅരിഫത്ത് റെഡിയായാൽ തസ്ദീഖ് കിട്ടും. തസ്ദീഖ് റെഡിയായാൽ തൗഹീദ് കിട്ടും. തൗഹീദ് റെഡിയായാൽ, അപ്പൊ ഇഖ്ലാസ് കിട്ടണമെങ്കിൽ 4 സ്റ്റെപ്പ് ഇങ്ങനെ കടന്നു വരണം. അല്ലാണ്ട് നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് അല്ലേ? ഇവര് വഴിപ്പെടുന്നത് ശൈത്താനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം ശൈത്താൻ ഇങ്ങനെ തോന്നിക്കണം, ശരിയായിട്ടില്ല. ഇതെത്ര ശരിയാക്കിയിട്ടും കാര്യമില്ല. അതിന് മുമ്പ് സംഗതി എവിടെ റെഡി ആവണം? കൽബില് എവിടെ റെഡിയാവണം പറഞ്ഞേ? എങ്ങനെ ശരി? അല്ലാഹു അക്ബർ. ശരി, അല്ലാഹു അക്ബർ. പരിഹസിക്കാൻ പാടില്ല ആരെയും. അതൊരു OCD എന്നൊക്കെ പറയണം, നമ്മള് മെന്റൽ ഇഷ്യൂ ആയിട്ട് കണക്കൂട്ടുന്നുണ്ടെങ്കിൽ അടിത്തറ ശൈത്താനിയത്താണെന്ന്. കുളിച്ചാലും തീരൂല. എന്റെ സഹോദരി പറഞ്ഞിട്ട് അവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അത്രേ, 2 മണിക്കൂർ എടുക്കും കുളിക്കാനെന്നാണ്. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ടോയ്ലറ്റ് മുഴുവൻ ക്ലീൻ ആക്കിക്കൊണ്ട് പുറത്തോട്ടിറങ്ങുള്ളൂ. അങ്ങനെ ചില ആളുകൾക്കുണ്ട്, പ്രശ്നമുണ്ട്. കാരണം അവരുടെ മനസ്സിലെന്താ, എനിക്ക് വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നലാണ്. ഈ സംഗതിയിൽ പെട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നു അല്ലേ? എന്തോരം സമയമാണ് നഷ്ടപ്പെട്ടു പോണത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവിടെ മുഴുവൻ ശരിയായിട്ടില്ല. ഇവിടെ ശരിക്കും വഴിപ്പെടുന്നത് ശൈത്താനെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഈ സംഗതിയൊക്കെ റെഡി ആവണമെങ്കിൽ ആദ്യം കൽബിൽ എന്ത് വേണം? മഅരിഫത്തുള്ള വേണം. എന്ത് വേണം? എന്നൊക്കെ പറഞ്ഞ് എന്ത് വേണം? അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ 4-ൽ ഒന്നാമത്തത് ഏതാണ്? മഅരിഫത്തുള്ള അല്ലേ? എന്നൊക്കെ പറഞ്ഞ എന്താണ് ഒന്നാമത്തത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അല്ലാഹ് മുനാഫിക്കുകളെ കുറിച്ച്, കള്ളക്കാഫിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവര് അള്ളാഹിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല, അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട വില കൊടുത്തിട്ടില്ല. സംഗതി അല്ലാന്നിങ്ങനെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേ എടുക്കും, ഒച്ചപ്പാടുണ്ടാക്കുക എല്ലാം ചെയ്യും. പക്ഷെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട വില അവർ കൊടുത്തോ? കൊടുത്തോ? ഞങ്ങൾ തൗഹീദിന്റെ പറച്ചിലേ ഉള്ളൂ. ആ തൗഹീദുള്ളവനെ വിളിച്ചിട്ട്, മോനെ അള്ളാഹുവിൽ തസ്ദീഖ് ഉണ്ടോ നിനക്ക്? തസ്ദീഖോ? അതെന്തൊട്ട് സാധനം? എടാ നിനക്ക് മഅരിഫത്തുണ്ടോ? മഅരിഫത്ത് എന്ത് സാധനമാണ്? അവൻ ആകെ കേട്ട് പഠിച്ചേക്കണം തൗഹീദ് എന്നാണ്. എന്നാൽ തൗഹീദ് എന്താണെന്ന് അവനോട്ട് അറിയാനും പാടില്ല. അള്ളാഹു ഹക്കിന്റെ അഹലുകാരിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടെ നിന്നൊക്കെ റബ്ബിനെ ആസ്വദിച്ചില്ലേ? അതായത് നമ്മൾ അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയാത്ത ഒന്നിനെ ആസ്വദിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പേടിക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും എന്ത് വേണം? സംഗതി തിരിച്ചറിയണ്ടേ? തിരിച്ചറിയാത്ത ഒന്നിനെ ആസ്വദിക്കാൻ പറ്റുമോ? ഇപ്പൊ മുഅ്മിനീങ്ങളെല്ലാം അള്ളാഹിനെ തിരിച്ചറിഞ്ഞവരാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മുമ്പ് ഒരായത്ത് ഓതി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ അല്ലേ? ഒരു പ്രകമ്പനം പോലെ. സൂറ അൻഫാലിന്റെ 2-ാമത്തെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് കൽബിൽ ഒരു പ്രകമ്പനം അല്ലേ? അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ ആയത്തിൽ 3 ക്വാളിറ്റികൾ ഉള്ളവർ മാത്രം, ഇന്നമൽ മുഅ്മിനൂന എന്ന് പറഞ്ഞ ഉസ്താദ്മാർക്കറിയാം, അള്ളാഹ് തീർച്ചപ്പെടുത്തി പറയണം, ഈ 3 ക്വാളിറ്റി ഉള്ളവർ മാത്രമാണ് മുഅ്മിൻ, ബാക്കിയുള്ളതൊക്കെ മുനാഫിക്കും കള്ള കാഫിറുകളാണെന്നാണ്. അമ്മാരെന്റെ ലിസ്റ്റിൽ തന്നെ ഇല്ല എന്നാണ് ഈ 3 ക്വാളിറ്റി. ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? അള്ളാഹ് കേൾക്കുമ്പോൾ കൽബിൽ ഒരു ഇടിമുഴക്കം പോലെ ഒരു പ്രകമ്പനം സംഭവിക്കുക. ബാങ്ക് വിളി കേൾക്കാറുള്ള ആൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൂട്ടത്തില്? ബാങ്ക് വിളി കേൾക്കാറുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഒന്ന് പറ മനുഷ്യന്മാർ, കേൾക്കാറുണ്ടോ? ഉണ്ട്. ബാങ്ക് വിളിച്ചിട്ട് എന്ത് ഫീലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുല്ലാക്ക ബാങ്ക് വിളിച്ച് വേഗം പോകണം, ഇനിയിപ്പോൾ കിടങ്ങിയറിയുന്ന അല്ലേ? ബാങ്ക് വിളിച്ചിട്ട് ഇന്നൊരു ഫീല് കിട്ടി എത്ര പേരുണ്ട്? എൻ്റെ റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ കൽബിലൊരു അനുഭൂതി. ഒരാളെങ്കിലും ബാങ്ക് വിളി കേട്ടിട്ട് ഫീൽ ഉണ്ടായ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അതുകൊണ്ടാണ് കച്ചവടം നടക്കുമ്പോഴും ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നാത്തത്. അങ്ങനെ ചില കുട്ടികളുണ്ട് വീട്ടിൽ, നമ്മളിങ്ങനെ കുട്ടികൾക്ക് TV വെച്ച് കൊടുത്തേക്കായിരിക്കും, ബാങ്ക് വിളിക്കുമ്പോൾ വോളിയം കുറക്ക്. അതെ, അള്ളാഹു പിന്നെ കണ്ണ് കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല, വോളിയം കുറച്ചാൽ മതി അല്ലേ? അങ്ങനെ കുറെ വില്ലന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ബാങ്ക് നമ്മിലൊരു സ്വാധീനം ഉണ്ടാക്കണില്ല. അതിന്റെ കാരണം എന്താ? നമ്മുടെ കൽബിൽ എന്തില്ല? ഈമാനില്ല. അതാണ് വിഷയം. ഇവ ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെപ്പോഴും ബാങ്ക് വിളി കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കണം എപ്പോഴും. ഇപ്പൊ ജുമാക്ക് നമ്മൾ ഇന്ന് വന്നു അല്ലേ? ജുമാക്ക് നമ്മൾ വന്നു, പ്രസംഗവും ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 2 മണി കഴിഞ്ഞിച്ചിരി തലയായിക്കാം കിടന്നങ്ങനെ ഭക്ഷണം കഴിച്ചുറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്നാണ് മൊല്ലാക്കാട് ബാങ്ക് വിളി. മൊല്ലാക്കാട് ഒരു ബാങ്കേ, ഇപ്പൊ തന്നെ ബാങ്കും വിളിച്ച്, അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടാവും. അത് വന്നിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ സമയം തെറ്റിയിട്ടാണ് ബാങ്ക് വിളിക്കണം? ഇല്ല, നേരം സമയം ആയിട്ടുണ്ട്. പക്ഷെ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ ഫീല് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് കാരണം? അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടില്ല.
പരിചയപ്പെടണം. ബാങ്ക് കേൾക്കുമ്പോൾ കൽബൊന്ന് പിടയ്ക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടുത്തെ ഹദീസുകളിൽ നിന്ന് പോലും വെച്ചാണ്. നമുക്ക് അള്ളാഹിനെ പരിചയമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ മുഅ്മിനായുള്ള ഗുണം എന്താണ്? അത് അള്ളാഹ് എന്ന് പറയുമ്പോൾ കൽബൊന്ന് പിടയ്ക്കും. നമ്മളൊരു സ്വഹാബിയുടെ ചരിത്രം എന്ന് പറഞ്ഞിരുന്നു, അത് വീണ്ടും പറയണില്ല അല്ലേ? അള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീഴാണ്. റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ കൽബൊന്ന് പിടയ്ക്കും. അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിനെ പ്രണയിച്ചിട്ട് പ്രഷർ കയറല്ല അല്ലേ, പ്രണയം കീറുക, തഖ്വ കീറുക, ഈമാൻ കീറിയിട്ട് ബോധം കെട്ട് വീഴുന്ന സ്വഹാബത്ത്. നമ്മൾ ബോധം കെട്ട് വീഴാറുണ്ട് എപ്പോഴാ? വെള്ളം കുടിക്കാതിരുന്നാൽ, വെയിലടിച്ചാൽ, പിന്നെ പ്രഷർ കയറിയാലൊക്കെ ബോധം കെടാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ച ഞാനിങ്ങനെ കറങ്ങി നടക്കായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എയറിൽ പറക്കണ പോലെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ പ്രഷർ കയറിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങാം. പക്ഷെ സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കൽബൊന്ന് വിറക്കി ബോധം കെട്ടങ്ങ് പോകുന്നതാണ്. ഇതാണ് മുഅ്മിനിന്റെ ഒന്നാമത്തെ അടയാളം. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമ് കേൾക്കുമ്പോൾ, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ ഈമാനങ്ങ് കൂടും. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, ഇതിപ്പോ മറ്റേ അന്ന് കേട്ടത് ഇത് തന്നെയാണ്, മറ്റേ ഉസ്താദ് പറഞ്ഞതും അതാണ്, ഇത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും കേട്ടത്. ഇത് ഈമാനില്ലാത്തവരുടെ സ്വഭാവമാണ്. അള്ളാഹിനെ കുറിച്ച് ആ ദൃഷ്ടാന്തങ്ങൾ, ആ ആയാത്തുകൾ ഇങ്ങനെ കേൾക്കും തോറും അവരുടെ ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരെല്ലാം ആരേൽപ്പിക്കും? എന്നൊക്കെ പറഞ്ഞു, ആരേൽപ്പിക്കും? അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു തന്നൊരു സംഗതി ഇല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? തൗഹീദ് തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ്. എവിടെ നമ്മൾ തുടങ്ങിയത്? നഫ്സിലേക്കൊന്നും എത്തിക്കണം. നമുക്ക് അല്ലാഹു അക്ബർ ആണ് പറഞ്ഞത് അല്ലേ? അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഏറ്റവും വലുതാരാണ്? കച്ചവടാണോ? ഭാര്യയാണോ? പാപ്പയാണോ? ഉമ്മയാണോ? പിന്നാരാ? അപ്പൊ അതിന്റെ ഒരു ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്തത് അക്ബറായാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ് അല്ലാത്തത് അക്ബറാകൽ എങ്ങനെയാ? അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മമ്മദാജി ഉണ്ടോ കൂട്ടത്തില്? അങ്ങനെ ആളുണ്ടോ ഈ മഹലിൽ? ഉണ്ടോ? ഉണ്ട്. ഇല്ലാത്തൊരു ഹാജിയാരുടെ പേര് പറഞ്ഞേ. അന്ത്രു ഹാജി. അങ്ങനെ ഉണ്ടോ? അന്ത്രു ഉണ്ടോ? ഇല്ല, അന്ത്രു ഹാജി ഇല്ല. അന്ത്രു ഹാജി ഒരു പാവപ്പെട്ടവനോട് പറഞ്ഞു, എടാ ഇങ്ങോട്ട് വന്നടാ, നിന്റെ മോക്കടെ കല്യാണം അല്ലേ, ഞാൻ നടത്തിത്തരാം. ഇനിയിപ്പോ വീട് പണിയുടെ ആരെയൊരുത്തും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം? വീട് ഞാൻ പണി തരാം. അവൻ അപ്പത്തന്നെ തക്ബീർ കെട്ടി, അന്ത്രു ഹാജി അക്ബർ. വാഗൊണ്ട് പറഞ്ഞില്ല. എവിടെ വന്നു സംഗതി? അന്ത്രു ഹാജി പിന്നെ മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്നുമുള്ളൂ അവൻ അല്ലേ? എടാ മറ്റേ അവിടെ നമ്മുടെ പഞ്ചായത്ത് ജംഗ്ഷനിൽ പോയിട്ടെ മറ്റേ അവനൊന്ന് കണ്ടിട്ട് ആ സാധനം ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ടോന്നേ. അവൻ അല്ലാഹു അക്ബർ ചെറുതായി. അത് ചെറുതാവണ എങ്ങനെയെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവന്റെ മനസ്സിൽ ആരക്ബറായി പറഞ്ഞ, ആരക്ബറായി? അന്ത്രു ഹാജി അക്ബർ. എന്താ കാരണം? അവന്റെ മോക്കടെ കല്യാണം ആര് നടത്തി കൊടുക്കാന്ന് പറഞ്ഞു? അവന്റെ വീട് പണി ആര് നടത്തി കൊടുക്കാന്ന് പറഞ്ഞു? ഇവിടെ എന്തൊക്കെ സംഭവിക്കാം ഇവിടെ സാധാരണഗതിയിൽ? കല്യാണം നടത്താന്ന് പറഞ്ഞ, വീട് പണി നടത്തി കൊടുക്കാന്ന് പറഞ്ഞ ഹാജിയാർ വാക്ക് മാറ്റാം സാധ്യതയില്ലേ? എടാ ഞാൻ അന്നേ ഇച്ചിരി കച്ചവടമൊക്കെ ഇങ്ങനെ നല്ല ലാഭത്തിൽ ഇന്നിപ്പോ പറഞ്ഞതാണ്, ഒരു കാര്യം ചെയ്യും, പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യാം, നീ ഒരു 3-4 ആളെയും കൂടെ കാണ്. സംഗതി അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില സഹോദരന്മാര്, ആ ചങ്ങായി ഉസ്താദ് അയാക്കടെ വാക്കും കേട്ട് ഞാൻ ഇറങ്ങിയതാണ്, മനുഷ്യനാകെ ഇറങ്ങിയറായി, ഇപ്പൊ 5 പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അന്ത്രു ഹാജി എന്ത് ചെയ്യാം? വാക്ക് മാറ്റാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അന്ത്രു ഹാജിയുടെ കച്ചവടം പൊട്ടാം അല്ലേ? കച്ചവടം പൊട്ടിയാ പിന്നെ എന്താവും? വട്ടായി പോവോ? കച്ചവടം പൊട്ടാം, അപ്പൊ പിന്നെ പ്രശ്നമായി അല്ലേ? കച്ചവടം പൊട്ടാം, പിന്നെ അവന് കല്യാണം നടത്താൻ പറ്റുമോ? കാരണം ഇവൻ ആരെയാണ് അക്ബറാക്കി വെച്ചത്? അന്ത്രു ഹാജി. അന്ത്രു ഹാജിയുടെ കച്ചവടം പൊട്ടിയാ പിന്നെ അവനാകെ തകർന്നു. പിന്നെ എന്ത് സംഭവിക്കാം? അന്ത്രു ഹാജി മരിച്ചു പോവാം. ഇതൊക്കെ നടത്തി തരാന്ന് പറഞ്ഞ ഡേറ്റിന്റെ മുമ്പ് ഹാജിയാരെന്ത് ചെയ്തു? ഇവൻ ചെന്നിട്ട് ഇങ്ങനെ തലയും ചോർന്നിട്ട് മക്കളുടെ അടുത്ത് നിൽക്കണം. അതെ ബാപ്പ ഇങ്ങനെ ബാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പാനോട് ചോദിച്ചോക്കണം, ബാപ്പ ഇവിടെ ഇല്ലേ, സ്ഥലം വിട്ടു വന്നു. മക്കളെ എന്തിനേറെ ഇപ്പം നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് സ്ഥലമൊന്നും ഞാൻ പറയൂല, നമ്മുടെ ചുറ്റുഭാഗത്ത് ബാപ്പ അള്ളാന്റെ പള്ളിക്ക് വഖഫ് ചെയ്ത സ്വത്ത് പല മക്കളും ഇപ്പൊ പൊട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പറ്റും, ഞാൻ പറയൂല അല്ലേ? വാപ്പ പള്ളിക്ക് വഖഫ് ചെയ്ത പലതും, ഉമ്മ പള്ളിക്ക് വഖഫ് ചെയ്ത പലതും വിറ്റ് പൈസയാക്കി ഭക്ഷണം കഴിക്കുന്ന മക്കൾ ഒരുപാടുണ്ട്.
നമ്മുടെ മഹലിലല്ലെങ്കിലും ചുറ്റുഭാഗത്തുള്ള പല മഹലിലും. പറയൂല, വേണമെങ്കിൽ കാണിച്ചു തരാം. മനസ്സിലായോ? അപ്പൊ ആരായി ഇവിടെ? അന്തർഹാജി മരിച്ചു. ഇനി കൊടുത്തു എന്ന് വെക്കാം. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ഇവനാകെ ഒരു അടിമയെ പോലെയായി. ഇവനൊരു വില ഉണ്ടാവൂല. ഹാജിയാർ ഒരു ജാതി നോട്ടോരിക്കും ഇവനെ കാണുമ്പോ. ഇടക്കിടക്ക് ചോദിക്കും, എടാ മറ്റേ പുള്ള എങ്ങനെ ഇരിക്കണ്, സുഖമായിട്ടിരിപ്പണ്ടാ? പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിള്ളേരായില്ലടോക്ക്. പിള്ളേരായി അച്ഛരി, പിള്ളേരായി. ഒരു 6 മാസം കഴിയുമ്പോ അപ്പൊ പിള്ളേരെന്തെടുക്കണം, സുഖമായിട്ടിരിക്കണ, കുഞ്ഞിനെന്തെങ്കിലും അസുഖം എന്തെങ്കിലും? സംഗതി എന്താണിത്? ഹാജിയാരാണ് ഈ കല്യാണം നടത്തി കൊടുത്തത് എന്ന് പറയാതെ പറയാണ് ഈ സംഗതി അല്ലേ? പിന്നെ ഇവന് തോന്നും, പടച്ചോൻ ഇയാക്കടെ 5 പൈസ മേടിക്കണ്ടായിരുന്നു, ആകെ ഇടങ്ങാറായല്ലോ എന്നാണ്. ഇവൻ ആരെ അക്ബറാക്കിയത്? ഇതിലേതെങ്കിലും ഒന്നും സംഭവിക്കാതെ ഒരു ദാനം ഇവിടെ നടക്കൂല. അല്ലെങ്കിൽ അന്തർഹാജിയും ഈ മേടിക്കുന്നവനും അള്ളാഹു അക്ബർ പറഞ്ഞവരായിരിക്കണം. അള്ളാഹു അക്ബർ പറഞ്ഞവരാണെങ്കിൽ പിന്നെ വിഷയമില്ല. കാരണം അള്ളാഹു അക്ബർ പറഞ്ഞ ആളാണ് അന്തർഹാജി എങ്കിൽ എന്ത് പറയും? പടച്ചോൻ ഇത് എന്റെ സ്വത്തല്ല, ഇതാരുടെ സ്വത്താണ്? നിന്റെ സ്വത്താണ്. ഞാൻ ഈ കൊടുക്കുന്നത് എന്റെ ഔദാര്യമല്ല, അവന്റെ അവകാശമാണ്. അക്ബർ ആരാണ്? നീ മാത്രമാണല്ല, ഞാനിത് അവിടെ കൊടുക്കാൻ. പ്രശ്നമുണ്ടോ പിന്നെ അവിടെ? ഇല്ല. ഇത് വാങ്ങുന്നവനോ? അന്തർഹാജിക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റൂല, സഹായിക്കുന്നത് നീ. ബാക്കി അന്തർഹാജി ഒരു സബബ് മാത്രാണ് എന്ന തിരിച്ചറിവ് ആർക്കുണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവനുണ്ടാകും, അല്ലാഹു അക്ബർ തിരിച്ചറിഞ്ഞവനുണ്ടാകും. അല്ലാത്തവന് സമാധാനമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹു അക്ബർ ആയില്ലെങ്കിൽ സമാധാനം തകരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ ചുരുക്കാണ്. ഒരു കാമുകിക്ക് അക്ബർ ആരാണ്? അല്ലേ? കാമുകൻ. എത്ര കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രണയത്തിന്റെ വൈകാരികമായ നിമിഷത്തിൽ പോയിട്ട് ഉസ്താദ് പറയണം, മോളെ അള്ളാനെ പേടിക്കണം, മൊയ്ലിയാക്കന്മാര് പണ്ട് TV കാണാൻ പറഞ്ഞു, ഇപ്പൊ TV കാണണ്ടാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഡയലോഗുകളല്ലേ മൊയ്ലിയാക്കന്മാരെ കുറ്റം പറയലാണ്. പിന്നെ അവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞു, ഞാനും ഫഹദുമോനും കൂടെ ഒരു വ്ളോഗ് ചെയ്തു TV കാണുന്നതിനെ കുറിച്ച്. അതിന്റെ ഇടയിൽ വന്ന നല്ല നല്ല മനോഹരമായ ചീത്തവിളികൾ. ഇത് രസമാണ്. അള്ളാഹു അതിനൊക്കെ അവനെ തിരിച്ചറിയാൻ തൗഫീഖ് ചെയ്യട്ടെ നമുക്ക്, അല്ലേ? അല്ലാതെ അങ്ങനെയല്ലേ? ആ തെറിവിളികളിൽ നമ്മൾ ആരെ കണ്ടു? അള്ളാനെ കണ്ടു. അൽഹംദുലില്ലാഹ്. പുതിയതൊക്കെ ഉണ്ട്. ഇതുവരെ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് മടുത്തിട്ട് അവിടെ വെച്ചത്. അപ്പോ അതുപോലെ തന്നെ വാപ്പ പറയാൻ, മോളെ നമ്മുടെ അഭിമാനം, പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അഭിമാനം മോള് കളയരുത്. എനിക്കെന്റെ കാക്കയാണ് വലുത്, അല്ലെങ്കിൽ എനിക്കെന്റെ ചേട്ടനാണ് വലുത്, അല്ലേ? അപ്പൊ അള്ളാനേക്കാളും ആര് വലുതായി? കാമുകം. വാപ്പാനേക്കാളും വലുതായി. നൊന്ത് പ്രസവിച്ചമ്മ, എടീ ഈ വയറ്റില് നിന്നെ ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവം ഒന്ന് പെരുതിരിമിച്ച്. എത്ര ഡയലോഗ് ഞാനിത് കേട്ടതാണ്. എനിക്ക് അവനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവനെയാണ് ഇഷ്ടം. നീ കോടതിയിൽ കൊണ്ടുവന്ന് അവളെ നിർത്തി, നിനക്ക് വാപ്പാനെ വേണോ ഉമ്മാനെ വേണോ അവനെ വേണോ പറഞ്ഞു തീരണേനും എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി, അല്ലേ? ആണോ അല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണ് അക്ബറാവാന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചെറുതാവും. ഇനി ഇവൻ അക്ബർ അല്ല എന്ന് തിരിച്ചറിയണത് എപ്പോഴാ? 1-2 കൊല്ലം അവന്റെ കൂടെ ജീവിച്ചു കഴിയുമ്പോ ഇവന്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാം തീർന്നിട്ടുണ്ടാകും. അപ്പൊ അല്ലാഹു അക്ബറാകണം. പണത്തേക്കാൾ, പ്രതാപത്തേക്കാൾ, സൗന്ദര്യത്തേക്കാൾ, വ്യക്തികളെക്കാൾ, സ്വന്തത്തേക്കാൾ അക്ബർ അല്ലാഹു മാത്രമായാൽ അവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറ തിരിച്ചറിഞ്ഞവൻ. അപ്പൊ നമുക്കും അല്ലാഹ് അക്ബറാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് അല്ലാഹ് അക്ബറായി? അവിടെ നമുക്ക് നിർത്താം. എന്തുകൊണ്ട് അല്ലാഹ് അക്ബറായി? എന്തുകൊണ്ട്? അതും പഠിക്കണ്ടേ? അല്ലാഹ് അക്ബറായത് എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനില് എത്ര ആയത്തുണ്ട്? ഖുർആനില്? 6600 അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒക്കെ വെറുതെ ചിലരിങ്ങനെ പറഞ്ഞുണ്ടാക്കലാണ്. 6348 പ്രബലമായ ഒരു അഭിപ്രായ പ്രകാരം. പിന്നെ അവിടെയും തർക്കങ്ങളുണ്ട്. ബിസ്മി ആയത്തിൽപ്പെട്ടതാണോ അല്ലെ, അങ്ങനെ ചെറിയ പിന്നെ വഖഫിന്റെ ചില വിഷയങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും 6348 ആയത്തിൽ 6000 ആയത്തും അല്ല തൗഹീദും ശിർക്കും പഠിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ബാക്കിയുള്ളതൊക്കെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 100 ചില്ലറ ആയത്തേ ഉള്ളൂ. തൗഹീദും ശിർക്കും പറയാനാണ് 6000-ൽ പരം ആയത്ത്, 6000 ആയത്തുകൾ അല്ലാഹു കൊണ്ടുവന്നത്. അതിന്റെ ഏറ്റവും ചെറിയ രൂപം, അതായത് ഈ 6000 ആയത്തുകൾ മുഴുവനും സമ്മേളിച്ചിട്ടുള്ള ചെറിയൊരു സൂറത്തുണ്ട്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിന്റെ അർത്ഥമൊന്നും ഞാൻ പറയില്ല, കാരണം നമ്മൾ വിശദമായിട്ട്
ഇവിടെ അർത്ഥം പറയലോ മഹത്വം പറയലോ അല്ല നമ്മുടെ വിഷയം, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇതിന്റെ അന്തസത്ത തിരിച്ചറിയണം വേണ്ടേ? ഈ സൂറത്ത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതിന്റെ മഹത്വമായിട്ട്, ഖുർആനിന്റെ 1/3. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അൽഫാത്തിഹ ഓതും, പിന്നെ എത്ര തവണ ഇഖ്ലാസ് ഓതും? 3 തവണ ഖുൽ ഹുവല്ലാഹു ഓതും. കാരണം എന്താ? ഒരു ഖത്മ് തീർത്ത കൂലിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴും ഉണ്ട് ചില സാധുക്കൾ ഇങ്ങനെ മുണ്ടാതെ നിൽക്കുക, അവർക്ക് ഖുർആനോടും വിരോധാണോ എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഒരു സ്വഹാബി എപ്പോഴും എന്ത് ചെയ്യും? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞാൽ അവസാനം എവിടെ കൊണ്ട് നിർത്തും? സൂറത്തുൽ ഇഖ്ലാസ് ഒന്നും കൂടെ ഓതും. അതായത് റസൂലുള്ള കാണിച്ചു തരാത്തൊരു ബിദ്അത്ത് ഖുറാഫാത്ത് ആര് ചെയ്യാണ്? ഇവരുടെ ഭാഷയിൽ സ്വഹാബി ചെയ്യാണ്. അപ്പൊ നബി തങ്ങളുടെ മുമ്പിലെത്തി, നബിയെ ഇയാൾ ഇങ്ങനെ പരിപാടിയെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവനോട് തന്നെ ചോദിക്കും, അയാളോട് തന്നെ ചോദിക്കും എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിക്കും. അപ്പൊ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ എനിക്ക് ഈ സൂറത്തിനോടുള്ള ഏറ്റവും വലിയ പ്രണയം, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഇതിൽ പ്രതിപാദിക്കുന്നത് എൻ്റെ നാഥനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ സൂറത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അഖ്ബിറുഹു അന്നല്ലാഹ തആല യുഹിബ്ബു, അവനെ നാഥനായ റബ്ബ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കണം സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ മഹത്വം പറയലല്ല നമ്മുടെ ലക്ഷ്യം, അത് നമുക്കറിയാം. പക്ഷെ എന്താണ് ഈ സൂറത്തു തൗഹീദ്, ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്താണ്? എങ്ങനെയാണ് അല്ലാഹ് അക്ബർ ആകുന്നത്? അത് നമുക്ക് പഠിക്കണ്ടേ? വേണോ വേണ്ടേ? അല്ലാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഈ പറഞ്ഞ ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹിനെ ആസ്വദിക്കാൻ പറ്റും. ഈ ബോധ്യത്തിലൊക്കെ അൽഹംദുലില്ലാഹ് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റല്ലേ എന്നേ. അള്ളാഹ് തരുന്നതൊക്കെ ഹൈറാണെന്നുള്ള ബോധ്യത്തിൽ, എൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് ഗുണമാണെന്നുള്ള ബോധ്യത്തിൽ അള്ളാഹിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പം അള്ളാഹ് നമ്മളിങ്ങനെ പൊന്നുപോലെ നോക്കിക്കോളും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ ബാക്കി പറയണം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞ മനോഹരമായ ഇൽമ്, ഇത് ആരിഫീങ്ങളായ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ നിന്ന് കൈമാറി കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ, ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ദുൽഹജ്ജ് 11, 12, 13 പറയുന്ന പേരെന്താണെന്നാണ്. അയ്യാമു തശ്രീഖ് എന്നാണ് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, നമ്മൾ വൽഫജർ വലയാലി നഷർ ഒരു 10 ദിനരാത്രങ്ങളെ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്തിട്ടുണ്ട്. അതേതാണ്? അത് ദുൽഹജ്ജിൽ ആദ്യ 10 നമ്മൾ പറഞ്ഞു. മറ്റൊരഭിപ്രായം വേറെ ആദ്യത്തെ 10 അത് ഏത് മാസത്തിലെ 10? കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുണ്ട്, സങ്കടങ്ങളുണ്ട്. സമയത്തിന് നീണ്ടുപോയതുകൊണ്ട് ഇപ്പോൾ വലിയൊരു ദുആയിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശാലമായിട്ട് ദ്വാരക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഇവിടെ കമൻറ്റ് ബോക്സിൽ സങ്കടങ്ങൾ ടൈപ്പ് ചെയ്തവർ എല്ലാവരെയും അള്ളാഹ്ക്ക് അറിയാം അല്ലേ? എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹിനെ അറിയാനോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പങ്കെടുത്ത ഈ ക്ലാസിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.